നമസ്കാരം. മഴക്കാലത്തും ചിലരുടെ ചുണ്ടുകളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന കാണാറുണ്ട്. ഇങ്ങനെയുള്ള ചുണ്ടുകൾ പതിയെ വിണ്ട് കീറാനും തൊലിയൊക്കെ പൊളിഞ്ഞു പോകാനും ഒക്കെ തുടങ്ങും. ഇങ്ങനെ ചുണ്ടുകൾ ഡ്രൈ ആവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ അമിതമായ തണുപ്പ്, കാറ്റ്, വെയിൽ ഒക്കെ ഇതിന് കാരണമാകും. രണ്ടാമതായിട്ട് ചില മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് അല്ലെ ചില അലർജികൾ, ചിലപ്പോൾ ഈ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ അലർജി ആവാം, അല്ലെ തൈറോയിഡ് പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ കാരണമായിട്ട് വരാം. പിന്നെ ചില ഹാബിറ്റ്സ് ഉണ്ട്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് നനയ്ക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. പിന്നെ ചുണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുക, നുള്ളുക ഒക്കെ പോലത്തുള്ള പ്രശ്നങ്ങൾ ചിലരുടെ ഹാബിറ്റാണത്. ഇതുകൊണ്ടും ഇങ്ങനെ വരാം. പിന്നെ ഈ പുകവലി, മദ്യപാനം ഉള്ളവരിൽ വരാം. പിന്നെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഡീഹൈഡ്രേഷൻ, അതായത് ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലാതിരിക്കുന്ന കണ്ടീഷനിൽ ഇതുപോലെ ചുണ്ടുകൾ ഡ്രൈ ആയിട്ട് പൊട്ടാനൊക്കെ തുടങ്ങാറുണ്ട്. പിന്നെ ചില മരുന്നുകളോടുള്ള റിയാക്ഷൻ്റെ ഭാഗമായിട്ടും ചുണ്ടുകൾ ഡ്രൈ ആവാം. ഇതിനൊരു പരിഹാരം നോക്കുകയാണെങ്കിൽ, എന്തെങ്കിലും രോഗാവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതും ഇതങ്ങ് മാറിക്കോളും. അടുത്ത ഡീഹൈഡ്രേഷൻ, ജലാംശം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. അടുത്ത ബി കോംപ്ലക്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, ഫ്രൂട്ട്സ്, മുട്ട, പാലൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കൂടാതെ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാൽപ്പാട, ബട്ടർ, നെയ്യ്, തേന്, കറ്റാർവാഴയുടെ നീര്, അല്ലെങ്കിൽ റോസ് വാട്ടർ, ഗ്ലിസറിൻ ഇവയിൽ ഏതെങ്കിലും പുരട്ടി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ചുണ്ടുകളിൽ ഉമിനീര് വെച്ച് നനയ്ക്കാതിരിക്കുക. അതുപോലെ ചുണ്ടുകൾ പൊളിഞ്ഞിരിക്കുന്ന തൊലി പറിച്ചു കളയുന്നത് നല്ലതല്ല. ഇതെല്ലാം ചുണ്ടുകൾ കൂടുതൽ വരണ്ടു പോകുന്നതിനും കാരണമാവാറുണ്ട്.